ഇതുവരെ ഞങ്ങളുടെ മേൽനോട്ടത്തി കമ്പനി മുകളിലോട്ടേ പോയിട്ടുള്ളൂ, താഴോട്ട് പോയിട്ടില്ല. 10-25 കൊല്ലമായി മോളെ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹലോ മഞ്ജു. ഹലോ. ഇടത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമുണ്ടാവുന്ന ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് അങ്ങനെയൊന്നുമില്ല ഇടത്തെ. പിന്നെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചതാ. ഇങ്ങോട്ട് വിളിക്കാത്ത ആള് പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്ക് കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ചാ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് വേണം കരുതാൻ. ഏട്ടത്തി ഒന്ന് ഓക്കെ ആണോ എന്ന് അറിയണമായിരുന്നു, അതുകൊണ്ട് വിളിച്ചതാ. ശരി എടുത്തേ. അമ്മായി, അമ്മായിയുടെ മോനെ വട്ട. അയാൾക്ക് ബുദ്ധിയും വിവരവും ഒന്നുമില്ല. എന്താ നീ അങ്ങനെ പറഞ്ഞേ? അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പയ്യനാ. ബുദ്ധിയില്ലാത്തോണ്ടാണോ അവൻ എഞ്ചിനീയർ ആയത്? പൈസ കൊടുത്തല്ലേ എഞ്ചിനീയറിംഗ് വാങ്ങിച്ചത്. കണ്ണേട്ടനാണല്ലോ അതിനുവേണ്ടി പൈസ മുടക്കിയത്. ഓ, എന്നിട്ട് കണ്ണേട്ടൻ എഞ്ചിനീയറിംഗിനൊന്നും പോയില്ല, പക്ഷെ നല്ല ബുദ്ധിയുണ്ട്. കണ്ണേട്ടന്റെ അരയ്ക്ക് താഴോട്ടാ തളർന്നത്, പക്ഷേ ഇവിടെ മറ്റു ചിലരുടെ അരയ്ക്ക് മുകളിലോട്ടാ. മഹാലക്ഷ്മി മരിച്ച ഇവളെ കൊണ്ട് വേണം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ട. നീ എന്തിനാ മഞ്ജു ഏതു നേരവും മേഘനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവന് നീയെന്ന് വെച്ച ജീവനാ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമ്പോ പോലും അവൻ നിനക്കൊപ്പാ നിൽക്കുന്നേ. അതൊക്കെ അയാളുടെ തന്ത്രവാ. ചില അച്ഛനമ്മമാരുണ്ട്, അവശതയോടെ കിടക്കുമ്പോ മക്കള് നോക്കും അവർക്ക് സ്വത്തും പണവും ഉണ്ടെങ്കിൽ. അതുപോലെയാ ഇപ്പൊ അമ്മായിയുടെ മോൻ എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നെ. കണ്ണേട്ടന്റെ സ്വത്തിലും പണത്തിലും ഉന്നം. എന്നായാലും കണ്ണേട്ടൻ എനിക്ക് തരാനുള്ളത് തരൂന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് ഒരു നീക്കുപോക്കുണ്ടാക്കി പോവുക. നിന്നെ കല്യാണം കഴിച്ച ശേഷം അവൻ നേർവഴിക്കാ നടക്കുന്നത്. ഇനിയിപ്പൊ വളഞ്ഞ വഴിക്ക് നടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അയാളെ മൊത്തത്തിൽ അറിഞ്ഞു കഴിഞ്ഞു. നീ എന്തറിഞ്ഞെന്നാ പറയുന്നത്? അത് എന്നെ കൊണ്ട് അമ്മായി പറയിപ്പിക്കണ്ട. ഞാൻ ഈ ജീവിതത്തില് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. കണ്ണേട്ടനും ഏട്ടത്തിയും ഈ കല്യാണം നടക്കരുതെന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടും അവരുടെ വാക്ക് ഞാൻ കേട്ടില്ല. അങ്ങനെ കേട്ടിരുന്നെങ്കിലേ എനിക്കിന്നിങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു. ഇവളുടെ പോക്ക് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ നിന്റെ അച്ഛനുണ്ടല്ലോ മേഘ, അങ്ങേര് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ലേ. എനിക്ക് എത്ര വർഷമായിട്ട് വാമേട്ടനെ അറിയാവുന്നതാണെന്നോ? നിന്റെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. നമ്മുടെ പണി പാളിപ്പോയി. അതുകൊണ്ട് അച്ഛനും ഉണ്ണിയും കൂടി കാര്യങ്ങൾ ഏറ്റെടുത്തത്. എന്തായാലും ഉണ്ണിയുടെ കൺമുമ്പിലായിരിക്കുമല്ലോ അവള് തട്ട് പൊളിഞ്ഞ് വീണത്. അതുകൊണ്ട് സംശയിക്കാനൊന്നുമില്ല. അവൻ കൊണ്ടുപോകുന്നതിനിടയിൽ അങ്ങളെ എന്നെ വിളിച്ചത്. പിന്നെ ഫോണിൽ കൂടെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തല്ലേ നല്ലത്. അവിടെ ഒന്ന് പോയി കഴിഞ്ഞാലേ അതോർത്ത് ദുഃഖിക്കുന്ന ചിലരെയൊക്കെ നോക്കി എനിക്കൊന്ന് ചിരിക്കണം മേഘ. എന്റെ വീട്ടിലുണ്ട് ഒരുത്തി, അവളുടെ അമ്മ. മോള് പ്രേതക്കളി കളിച്ചപ്പോ അവിടെ എല്ലാം അറിഞ്ഞിട്ടും മന്ത്രവാദം നടക്കുന്നത് വരെ ചിരിച്ചു മരിക്കുകയായിരുന്നു. ആ ചിരി ഇന്നത്തോടൊന്നും മായണം. അതുപോലെ തന്നെ ചിരിച്ചവര് ഒരുപാടുണ്ട്. അവരെല്ലാം മനസ്സൊന്നൊന്ന് കരയണം.